ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ അഹാന കൃഷ്ണ ഒരു വീഡിയോയിൽ അമ്മുമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുടെ സംബന്ധിച്ചുള്ളതാണേ. അപ്പോൾ എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റും അഹാന പറഞ്ഞതിനോട്. ഒരുപാട് പേര് ഞാൻ യൂട്യൂബിൽ ഒരുപാട് വ്ളോഗ്സ് കണ്ടു. ഒരുപാട് പേര് കുറ്റം പറഞ്ഞും അനുകൂലിച്ചും ഒക്കെ ഈ അഹാനയുടെ വ്ളോഗിനെ റിയാക്ഷൻ കൊടുത്തത് നമ്മൾ കണ്ടു. അപ്പോൾ എനിക്ക് ഈ റിയാക്ഷൻ കൊടുത്തവരെല്ലാം അവരവരുടെ അഭിപ്രായമായിരിക്കും പറഞ്ഞത്. ഇപ്പം നമ്മളുടെ അഭിപ്രായങ്ങളെല്ലാം ശരിയാകണമെന്നൊന്നും ഇല്ലല്ലോ. നമുക്ക് അനുകൂലിക്കാം, പ്രതികൂലിക്കാം. അവരുടെ യഥാർത്ഥ അവസ്ഥ അവർക്കേ അറിയാവുള്ളൂ, അവരുടെ സത്യസന്ധത അവർക്കേ അറിയാവുള്ളൂ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാൻ നമ്മളാരും ജഡ്ജിമാരോ ഒന്നും ആകേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പൊതുവെ പറയാനുള്ളത്. അവരുടെ കുടുംബകാര്യങ്ങൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം സത്യത്തിൽ ഇല്ല. അത് വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അവരുടെ ഒരു വിഷമം വന്ന് പറയുമ്പോൾ അതിനെ എടുത്ത് ക്രിട്ടിസൈസ് ചെയ്യുക, അവർ പൈസക്കാരും അവർ സെലിബ്രിറ്റികളും ആയതുകൊണ്ട് മാത്രം അവരെ വിമർശിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ കണ്ടൻറ്റിനെ വിമർശിക്കാം. അതിൽ നമുക്ക് സത്യസന്ധമായിട്ട് തോന്നുന്ന അഭിപ്രായം പറയാം. അതിനപ്പുറത്തേക്ക് അവർ പൈസക്കാരാണോ അവർ സെലിബ്രിറ്റി ആണോ എന്ന് നോക്കി അവരുടെ കണ്ടൻറ്റിനെ വിമർശിക്കുന്നവരോടാണ് എനിക്ക് വിയോജിപ്പുള്ളത്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. എനിക്ക് അഹാന കൃഷ്ണ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് കഥകൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഒത്തിരി വർഷമായിട്ട് ക്രിയേറ്റീവ് സ്റ്റിച്ചിങ് ക്ലാസ് എന്ന സ്ഥാപനം നടത്തുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന ഒത്തിരി പേര് വീട്ടിൽ അമ്മയുടെ ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതെ വരുന്നവർ, അമ്മയുടെ പ്രശ്നങ്ങൾ കാരണം വരുന്നവരുമുണ്ട്. നമ്മളിപ്പോൾ എപ്പോഴും അമ്മയാണല്ലോ ടാർഗറ്റ് ചെയ്യുക. അങ്ങനെയല്ലാതെ അമ്മമാരുടെ ബുദ്ധിമുട്ട് കാരണം, മാനസികമായിട്ട് അമ്മമാർ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് കാരണം വരുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ എനിക്കറിയാം. അതിലൊരു കുട്ടിയുടെ കഥ ഞാൻ പറഞ്ഞുതരാം. അവരുടെ അമ്മ അവരുടെ കൂടെയാണ്, അവരൊരു മകളാണ്, അവർക്ക് ജോലിയുണ്ട്, അവർക്ക് 50+ ആയി, അമ്മയ്ക്ക് 75+ ആയി. ഇവർ രാവിലെ, ഇവർക്കും വയ്യ, 50+ ആയപ്പോൾ ഇവർക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കാരണം ഇവരൊരു എപ്പോഴും സ്ഥിരമായിട്ട് വീട്ടിൽ ജോലിക്ക് ആളെ വയ്ക്കും. ഈ അമ്മയുടെ പ്രധാന ഹോബി എന്താണെന്ന് വെച്ചാൽ ഏത് ജോലിക്കാരി വന്നാലും ഈ ജോലിക്കാരിയെ കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുത്തി ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും. എന്നിട്ട് അവസാനമാകുമ്പോൾ അടിയാകുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ഈ സ്വന്തം മകളുടെ പാത്രങ്ങളും അതുപോലത്തെ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒളിച്ചു വെച്ചിട്ട് പറയും ഈ ജോലിക്കാരി എല്ലാം എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കിച്ച് ഇവരെ പിരിച്ചുവിടും. അങ്ങനെ സ്ഥിരമായപ്പോൾ മകൾക്ക് എന്തോ ഡൗട്ട് തോന്നി. CCTV വെച്ചപ്പോഴാണ് അമ്മയാണ് ഇത് ചെയ്യിക്കുന്നതെന്ന് മനസ്സിലായത്. അങ്ങനെ എന്ന് വേണ്ട ഈ മകള് വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വരുമ്പോൾ ഇത് ഫുഡ് തന്നെ ബാക്കി വെച്ചേക്കാതെ കുറേ എടുത്ത് കളയുക, ഇങ്ങനത്തെ ഒക്കെ സ്വഭാവം ഉണ്ടെന്ന് വെച്ചാൽ ജോലിക്കാരി അത്രയും വെച്ചില്ല, ജോലിക്കാരി നിർത്താൻ പാടില്ല, ജോലിക്കാരി വീട്ടിൽ നിർത്തുന്നത് ഇവർക്ക് ഇഷ്ടമേ അല്ല. അത് ഈ ഒരു എനിക്ക് തോന്നാറുണ്ട്, ഈ നാർസിസിസ്റ്റിക് ക്യാരക്ടേഴ്സ് ഉള്ളവർക്ക് ഈ ജോലിക്കാരൊക്കെ ഭയങ്കര പുച്ഛമാണ്. അവർക്ക് ജോലിക്കാരെ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജോലിക്കാരെ വീട്ടിൽ വെക്കുന്നത് സംബന്ധിച്ച് ഇവർ ഒരു തരത്തിലും ഹെൽപ്പില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലേ നമ്മളെ വീട്ടിലൊരു ജോലിക്കാരി നിൽക്കുകയുള്ളൂ. ഇപ്പം എല്ലാ ജോലിക്കാരും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരണം എന്നൊന്നുമില്ല. നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്യണം. അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. നല്ലൊരു ജോലിക്കാരിയെ കിട്ടുക എന്ന് പറയുന്നത്, വീട്ടു ജോലിക്ക് നല്ലൊരാളെ കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ രണ്ട് കൂട്ടരും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവിടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് വരുള്ളൂ. പക്ഷേ ഇതെന്താ, ഒരാൾ വളരെയധികം ബുദ്ധിമുട്ടിക്കാനുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ജോലിക്കാരെ കിട്ടാനേ ഇല്ല. അതിൻ്റെ കൂട്ടത്തിൽ ഇവരുടെ ബുദ്ധിമുട്ട് സഹിക്കേണ്ട ഒരാവശ്യവും ഇന്ന് ഒരാൾക്കും ഉണ്ടെന്ന് തോന്നുന്നുമില്ല. അപ്പോൾ ഇവരെല്ലാം ഇട്ടെറിഞ്ഞേച്ചും പോകും. ഇട്ടെറിഞ്ഞിട്ട് പോകുമ്പോൾ ഈ മകൾക്ക് രാവിലെ ഇവരൊരു ജോലിയും ചെയ്യത്തുമില്ല. ഇവർക്ക് ആഹാരമൊക്കെ നല്ല കറക്റ്റ് ടൈമിൽ കിട്ടുകയും വേണം. അതിനെ ചൊല്ലി പിന്നെ അടിയായി.
അങ്ങനെ ഈ മകൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഈ മകളെ ജീവിക്കാൻ അനുവദിക്കാത്ത വിധം ഫോൺ വന്നാൽ ഇവർ അടുത്തുനിന്ന് മാറത്തില്ല. എന്ത് വന്നാലും ഈ ഫോണിൽ എന്താണ് സംസാരിച്ചതെന്ന് അറിയണം. എന്ത് കൊണ്ടുവന്നാലും, ബാഗ് കൊണ്ടുവന്നാലും ഇവർ ടോയ്ലറ്റിലോ വല്ലതും പോകുമ്പോൾ ഇവരുടെ ബാഗ് പരിശോധിക്കുക, ഇവർ രാവിലെ ജോലിക്ക് പോകുമ്പോൾ റൂം പരിശോധിക്കുക തുടങ്ങി ഒരു മകളോട് ചെയ്യേണ്ടുന്ന സകലമാന ടോക്സിസിറ്റിയും അവർ ചെയ്യാറുണ്ട്. അങ്ങനെ ഈ കുട്ടിക്ക് സഖിയില്ല. അവസാനം റിട്ടയർ ചെയ്ത സമയമായപ്പം ഇതിന് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. ജോലിക്ക് പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് തിരിച്ചു വരുമ്പോൾ പിന്നെ കുറച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. പക്ഷേ റിട്ടയർ ചെയ്തപ്പോൾ ഇവർക്ക് ഒരു തരത്തിൽ ഇവരെ കൊണ്ട് ജീവിക്കാൻ അനുവദിക്കാത്ത ഇവർ വെളിയിൽ പുറത്ത് പോകാൻ പാടില്ല, പുറത്ത് പോയിട്ട് വന്നാൽ ഇവർ മിണ്ടില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നമായാണ് ഇവർ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മാനസികമായിട്ട് ആകെ ബുദ്ധിമുട്ടാവും. ഇവർക്ക് വേറെ ആൺമക്കളെ ഉള്ളൂ, പെൺമക്കളില്ല. അപ്പം ആൺമക്കളൊന്നും ഏറ്റെടുക്കൂലല്ലോ. ഒരു മകളുള്ള മകളുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പം പിന്നെ സ്വാഭാവികമായിട്ടും ആരെ ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇവർ ടൈലറിങ് പഠിക്കാൻ വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും ടൈമെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കാമല്ലോ എന്ന് വിചാരിച്ച് മാത്രം സ്റ്റിച്ചിങ് പഠിക്കാൻ വന്ന ഒരു സ്റ്റുഡൻ്റ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കും, അയ്യോ ഒരു അമ്മയല്ലേ, അമ്മയ്ക്ക് 80 വയസ്സോളം ആയില്ലേ, ഈ അമ്മ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്ന് പുറമേ നിന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. പക്ഷേ 24 hours നമ്മൾ ഈ ഒരു ടോക്സിസിറ്റി സഹിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിക്കും. നമ്മുടെ മെൻ്റൽ ഹെൽത്താണ് നമുക്ക് ഏറ്റവും വലുത്. ഈ ലോകത്ത് എന്തിനെക്കാട്ടിയും വലുത് അവനവൻ്റെ മെൻ്റൽ ഹെൽത്താണ്. അത് കഴിഞ്ഞുള്ള അമ്മയും അച്ഛനും എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം നമ്മളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആയെങ്കിൽ മാത്രമേ നമുക്ക് അവരെ നോക്കാൻ പോലും പറ്റുള്ളൂ. ഇത് ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ എല്ലാവരോടും പോയി പറഞ്ഞു കൊടുക്കും. വീട്ടിൽ നടക്കുന്ന സകല കാര്യങ്ങളും എല്ലാവരെയും ഫോൺ ചെയ്ത് പറഞ്ഞു കൊടുക്കുക. ഒരു പ്രൈവസി ഇല്ല. അങ്ങനെ ഇവർ നോക്കുന്നില്ല എന്ന് പറയുക, ഇവരെക്കുറിച്ച് പരാതി പറയുക, അങ്ങനെ മെൻ്റലി ടോർച്ചർ ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളുടെ നാട്ടിൽ സ്ത്രീകൾ ടോക്സിക് ആയി കഴിഞ്ഞാൽ ആ വീട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആണുങ്ങൾ ടോക്സിക് ആയാൽ കുറച്ചൊക്കെ അവർ പുറത്തൊക്കെ പോകുന്നത് കൊണ്ട് നമുക്ക് വരുന്ന സമയത്ത് മാത്രമുള്ള ഒരു ടോക്സിസിറ്റി സഹിച്ചാൽ മതിയല്ലോ. ഇതങ്ങനെയല്ല. ഇവർ വീട്ടിൽ തന്നെ ഉള്ളത് കാരണം നമ്മൾ 24 hours ഇവരുടെ ടോക്സിസിറ്റി സഹിക്കേണ്ടി വരും. അത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവർക്ക് പൊതുവെ ഉറക്കം കുറവായിരിക്കും. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ആങ്സൈറ്റികളുണ്ടാകും, ഇവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇതെല്ലാം ഇവർ മറ്റുള്ളവരുടെ പുറത്തേക്ക് ചാരുക, മറ്റുള്ളവരിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറേയൊക്കെ നമ്മൾ സ്വയം സഹിക്കാനും കൂടി തയ്യാറാകണം. നമ്മളുടെ ആങ്സൈറ്റിയും നമ്മളുടെ ഫിയറും ഒക്കെ നമ്മളുടേതാണ്. അത് നമ്മൾ തന്നെ സ്വയം സഹിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇന്ന ആങ്സൈറ്റി ഉണ്ട്, ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ അതിനെന്ത് സൊല്യൂഷൻ എന്നുള്ളത് ഷെയർ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ രീതിയിൽ അതിനെ വഴിതിരിച്ച് വിട്ട് ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ സമാധാനം ഇല്ലാതാക്കുക എന്ന് പറയുന്നതാണ് ഇവരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് തന്നെ പറയാം. നമുക്ക് തോന്നും, അയ്യോ ഇതൊക്കെ വയസ്സായവരുടെ കുസൃതികളല്ലേ എന്ന്. അത്രയ്ക്ക് രസകരമായ കുസൃതിയൊന്നുമല്ല. നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അതൊക്കെ അങ്ങനെ തോന്നുമെങ്കിലും അത് അനുഭവിക്കുമ്പോൾ അതൊന്നും ഒരു കുസൃതിയേ അല്ല. കാര്യം നമ്മളുടെ ഒരു നല്ല സമയം മുഴുവൻ ഇവരുടെ ടോക്സിസിറ്റി അനുഭവിച്ച് ജീവിതം നശിപ്പിക്കേണ്ടി വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരുടെ ലൈഫ് എല്ലാം ഇവർ കാരണം സ്പോയിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലൊരു സ്ത്രീ ടോക്സിക് ആയിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ ബാക്കിയുള്ളവരുടെ അവസ്ഥ വളരെ ഭയാനകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു പുരുഷൻ ടോക്സിക് ആകുന്നതിനെക്കാട്ടിയും ഭീകരമാണ് ഒരു സ്ത്രീ ടോക്സിക് ആകുന്നത് എന്നുള്ളതാണ്. എനിക്ക് ഇത്രയും ഒരുപാട് കുട്ടികൾ എനിക്ക് അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നേരിട്ട് അറിയാവുന്നതുണ്ട്. കുറേ വർഷങ്ങളായി ഞാൻ സ്ത്രീകളുടെ ആണ് പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വളരെ കൂടുതൽ അറിയുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സ്ത്രീകളുടെ തന്നെ ടോക്സിക് പെരുമാറ്റം കൊണ്ടാണ്
അതുകൊണ്ടാണല്ലോ പൊതുവെ അമ്മായി അമ്മമാർ എപ്പോഴും ടാർഗറ്റ് ആകുന്നത്, അമ്മായി അപ്പന്മാരാകാറില്ല. അമ്മായി അപ്പന്മാർ ടോക്സിക് അല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അവർ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറവായതുകൊണ്ടും ഇവരുടെ അത്രയും ഒരു സ്ത്രീ ടോക്സിക് ആകുന്ന അത്രയും ഡേഞ്ചറായിട്ട് തോന്നാറില്ല പുരുഷൻ ടോക്സിക് ആകുന്നത്. അവർ ഉപദ്രവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കൂടുതലാണ് പുരുഷന്മാർ. പക്ഷെ മെൻ്റലി ടോർച്ചർ ചെയ്യുന്നത് സ്ത്രീകളാണ് കൂടുതലാണെന്ന് തോന്നാറുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇങ്ങനത്തെ വയസ്സായവരെ കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്നുണ്ട്. അത് വയസ്സായവർ ശ്രദ്ധിക്കുക. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ സത്യത്തെ അവരെ അവഗണിക്കുക എന്നുള്ളതാണ്. അവരെ അവഗണിക്കുക. അവരെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാനോ അവരെ തെറ്റ് തിരുത്താനോ ഒന്നും നമുക്ക് സാധിക്കില്ല. എല്ലാ വയസ്സായവരും ടോക്സിക് ആണെന്നല്ല പറയുന്നത്. പ്രായമായവർക്ക് അവരവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് അവരുടെ മക്കളുമായിട്ട് മാന്യമായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളുടെ മക്കളോട് മാന്യമായിട്ട് പറഞ്ഞാൽ ഏതൊരു മക്കളും അതിന് പരിഹാരം കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇല്ലാത്ത മക്കളുണ്ട്, ഉണ്ടാകാം. പക്ഷെ അവരോട് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ മാന്യമായിട്ട് പറയുക, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, എനിക്കിങ്ങനെ കുറച്ച് ദിവസമായിട്ട് പേടിയുണ്ട്, എനിക്കിങ്ങനെ കുറച്ച് ദിവസമായിട്ട് അസുഖത്തിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്, എനിക്ക് ശാരീരികമായിട്ട് ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ് വയസ്സായവരോട് എനിക്ക് പറയാനുള്ളത്. മക്കളുമായിട്ട് തുറന്ന സംഭാഷണം നടത്തുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് മക്കളോട് പറയുക, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ള ബന്ധുക്കളോട് പറയുക, എനിക്ക് ഇങ്ങനെ സത്യസന്ധമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തുറന്ന് സംസാരിക്കുക. അല്ലാതെ മറ്റുള്ള രീതിയിൽ അവരെ ഉപദ്രവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ലൈഫ് വളരെ ഷോർട്ടാണ്. അതിൻ്റെ ഇടയിൽ മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് വലിയ കഷ്ടമാണെന്ന് തന്നെ പറയും. കാര്യം നമ്മൾ കാരണം വേറൊരാൾ ബുദ്ധിമുട്ടുന്നു, മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നു, അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വലിയ തെറ്റ് തന്നെയാണ്. അപ്പോൾ അഹാന കൃഷ്ണയുടെ ആ ഒരു വ്ലോഗിനോട് ഞാൻ അനുകൂലമായിട്ട് തന്നെയാണ് പ്രതികരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്തരത്തിലുള്ള ഒരുപാട് പേരെ അറിയാമെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം അറിയാത്തവരാണെങ്കിൽ വിചാരിക്കും, അയ്യോ പ്രായമായവരെ കുറിച്ച് എന്തൊക്കെ പറയുന്നു, ഒരാൾ പറയുന്നത് കേട്ടോ ആ സ്ത്രീ എന്ന് പറഞ്ഞു എന്നൊക്കെ. അതൊക്കെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പം ഒരു വികാരത്തിൻ്റെ പുറത്ത് പറയുന്നതായിരിക്കാം ആ സ്ത്രീ എന്നൊക്കെ. പ്രത്യേകിച്ച് അഹാന തിരുവനന്തപുരത്തുകാരിയാണ്. ഈ തിരുവനന്തപുരത്തുകാർക്ക്, ഞങ്ങൾ തിരുവനന്തപുരംകാർ, ഞാനും തിരുവനന്തപുരംകാരിയാണ്. അപ്പോൾ ഈ സ്ത്രീ എന്നൊക്കെ പറയുന്നത് അത്രയും വലിയ മോശം വാക്കായിട്ടൊന്നും നമ്മളാരും കണക്കാക്കാറില്ല. ആ സ്ത്രീ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ റെസ്പെക്റ്റോടുകൂടി ആ സ്ത്രീയുടെ അങ്ങനെയും പറയാറുണ്ട്. അതുകൊണ്ട് ഓരോ ജില്ലകളനുസരിച്ചും സംഭാഷണങ്ങളിലും വ്യത്യാസമുണ്ട്. അപ്പം സ്ത്രീ എന്നൊക്കെ പറയുന്നത് അത്രയും ഒരു മോശം വാക്കായിട്ട് ഞങ്ങൾ കരുതാറില്ല. അതുകൊണ്ടായിരിക്കാം ആ കുട്ടി അങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആ കുട്ടിയുടെ വ്ലോഗും ഫുൾ കണ്ടതാണ്. അവരുടെ ഒരു വിഷമം അവർ ഷെയർ ചെയ്തു. തീർച്ചയായിട്ടും അവരല്ല ആദ്യം അവരുടെ ഫാമിലി ലൈഫ് പുറത്തേക്ക് കൊണ്ടുവന്നത്, അവരുടെ കസിനാണ്. അപ്പോൾ ആരാണോ ആദ്യം കൊണ്ടുവന്നത് അവരാണ് കുറ്റക്കാരെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാര്യം അവർ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇവർക്ക് മറുപടി പറയേണ്ടി വന്നത്, അല്ലേ? ഇപ്പം എൻ്റെ ഒരു കാര്യം, ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. പക്ഷേ വേറൊരാൾ വന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കാൻ തയ്യാറാകുക തന്നെ ചെയ്യും. കാര്യം അങ്ങനെയാണല്ലോ, നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ലല്ലോ. അപ്പോൾ ആദ്യം കൊണ്ടുവരുന്നവരാരോ അവരാണ് കുറ്റക്കാർ. സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾ പേഴ്സണൽ ലൈഫൊക്കെ കൊണ്ടുവന്നിട്ട് ചർച്ചയാക്കാൻ ഇട്ട് കൊടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അതിൽ തീർച്ചയായിട്ടും ഇവരുടെ കസിൻ സിസ്റ്റർ തന്നെയാണ് കുറ്റക്കാരി എന്ന് വിശ്വസിക്കുന്നു. കാര്യം ഇവർ ഇതുവരെയും ഇവരുടെ ആരെയും കുറിച്ച് കുറ്റം പറയും. ഞാൻ ഇവരുടെ വ്ളോഗ്സൊക്കെ കാണാറുണ്ട്. ഇവരങ്ങനെ ആരെയും കുറിച്ച് പേഴ്സണലി കുറ്റം പറയുന്നതൊന്നും ഞാൻ ഇതുവരെയും അങ്ങനെ മീൻസ് അവരെ ബുദ്ധിമുട്ടിക്കാത്തിടത്തോളം അവരങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെ നമ്മളുടെ ഇഷ്ടമല്ലാതെ നമ്മളുടെ പേഴ്സണൽ ലൈഫ് സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ കഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് എടുത്തിട്ട് കീറി മുറിക്കാൻ ഒത്തിരി പേരും, അല്ലേ? അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം സ്വന്തം വീട്ടിൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമേ നമുക്ക് അത് മനസ്സിലാകുള്ളൂ. മറ്റുള്ളവരുടെ വീട്ടിൽ വരുമ്പോൾ അത് വെറും കഥയാണ്. നമുക്ക് വരുമ്പോഴേ അത് അനുഭവമാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അഹാന കൃഷ്ണയ്ക്ക് വന്ന സംഭവം അഹാനയുടെ അമ്മയ്ക്ക്
വന്ന സംഭവം ആദ്യത്തേതൊന്നുമല്ല. ഒരുപാട് ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിൽ നിന്ന് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇവരെ അവഗണിക്കുക എന്നുള്ളതാണ്. അവഗണിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു മീ ടൈം എടുക്കുക, നമ്മൾ കൂടുതൽ നമ്മളിലേക്ക് ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്കൊരു റൂം കണ്ടെത്തി മാക്സിമം നമ്മൾ ആ റൂമിൽ ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മളുടെ പ്രൈവറ്റ് കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും പുറത്തേക്ക് വിടാതിരിക്കുക. ഇവരെന്തെങ്കിലും ചോദിച്ചാൽ സ്നേഹത്തോടു കൂടി അത് എൻ്റെ പേഴ്സണൽ കാര്യമാണെന്ന് പറയാനുള്ള ഒരു ബൗണ്ടറി കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. ഇവർ മറ്റുള്ളവരോട് എന്തെങ്കിലും കുറ്റം പറഞ്ഞാലൊന്നും പ്രതികരിക്കാൻ പോകരുത്. ഇവരുമായിട്ട് ഒരു കാരണവശാലും ഫൈറ്റിന് ഇറങ്ങി തിരിക്കുകയേ ചെയ്യരുത്. അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ അവരുമായിട്ടൊരു ഫൈറ്റിനോ ഒന്നിനും നമ്മൾ ഇടപെടാൻ പോവുകയേ ചെയ്യരുത്. അതൊന്നും അവർക്ക് മനസ്സിലാകില്ല. അതൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് മാറുകയേ ഉള്ളൂ. അപ്പം നമ്മളുടെ മനസ്സമാധാനം അതുവഴി നശിക്കാനിടയാകും. അതുകൊണ്ട് ഇത്തരം ആൾക്കാരെ നമ്മൾ മാക്സിമം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ബൗണ്ടറി എന്ന് പറയുമ്പോൾ അവരെ അകറ്റി നിർത്തുക. നമ്മൾ മെൻ്റലി അകറ്റി നിർത്തുക. ഫിസിക്കലി അകറ്റി നിർത്താൻ പറ്റിയില്ലെങ്കിൽ മെൻ്റലി അകറ്റി നിർത്തുക. അവർക്ക് സമയാസമയത്തിനുള്ള ഫുഡ് എടുത്ത് മേശപ്പുറത്ത് നേരത്തെ വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള ഫുഡുകൾ പൂട്ടി സൂക്ഷിക്കുക. അവർ മറ്റുള്ളവരോട് പറയുമായിരിക്കും അടുക്കള പൂട്ടി അല്ലെങ്കിൽ ഫുഡൊക്കെ പൂട്ടി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമായിരിക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അവർക്ക് കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് കൃത്യസമയത്ത് അവരുടെ ടേബിളിൽ വെച്ച് കൊടുക്കുക. അവർക്കുള്ളതൊന്നും നമ്മൾ കുറയ്ക്കാതിരിക്കുക. നമ്മളുടെ മനസാക്ഷിക്ക് അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അവരെ ദ്രോഹിച്ചുകൊണ്ടല്ല അവരോട് മറുപടി പറയുക. അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതിനൊരു അകലം പാലിക്കുക. അവരുമായിട്ട് അധികം സംസാരിക്കാൻ നിൽക്കാതിരിക്കുക. അവരെന്തെങ്കിലും ചോദിക്കുന്നെങ്കിൽ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞുകൊണ്ട് വളരെയധികം ഒരു അകലം പാലിക്കുക. ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരാൾ ആ വീട്ടിൽ താമസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ഒരു അകലം നമ്മൾ അത്രത്തോളം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരിൽ നിന്ന് കുറച്ചൊക്കെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അത് അനുഭവിച്ച് തന്നെ അറിയണം അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.